ഗായ്സ്, അപ്പം നമ്മളിന്നൊരു മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് മീനൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് മതി. പിന്നെ ഞാനൊരു ചെറിയ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയാണ്. പിന്നെ ഈ വെട്ടുപാട് ഞാൻ പുളിയുണ്ടോ നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തതാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. പിന്നെ വേണ്ടത് 2.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. ഞാൻ ഇത്രയാണ് മീൻ കറിക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ടെടുത്ത് വരാം. അപ്പം നമ്മളിതെല്ലാം ചതച്ച് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മാങ്ങ ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിക്കണം. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര വെയിലാണ്. ഇടിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല ചൂടൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഇവിടെയൊക്കെ നല്ല ചൂടാണ് ഇപ്പം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിടാം. കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ഇടാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉലുവയും കൂടി ഇടാം. ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കാം. അപ്പോൾ രണ്ടും പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചതച്ചത് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് മൂപ്പിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഞാൻ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മുളക്, മഞ്ഞൾപ്പൊടി ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുഴച്ചാണ് എടുക്കുന്നത്. കാരണം ഡയറക്റ്റ് ഞാൻ മുളക് പൊടി ഇടാറില്ല എണ്ണയിലോട്ട്. ഞാനിങ്ങനെ ഇച്ചിരി കുഴച്ചിട്ടൊക്കെ നനച്ച് കുഴച്ചതിന് ശേഷം അത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടങ്ങ് കരിച്ചെടുക്കണ്ട, ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കണ്ട. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കി മൂപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എണ്ണ തെളിയുന്നവരെ, അതായത് ഇതിൻ്റെ പച്ചമണവും മാറണം, എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ തീ നമ്മൾ കുറയ്ക്കണം നന്നായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, ആ പച്ചമണമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ചാറ് എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞതും കൂടി ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇത് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അന്നൂട്ടനാണ് മാങ്ങ ചേർക്കുന്നത്. ഇട്ടോ അന്നൂട്ടോ മാങ്ങ, അവൾ ഓരോന്നൊക്കെ ഇടുകയുള്ളൂ, പത്തി ഇടണേ. എനിക്ക് പേടിയാ, അതുകൊണ്ടാ. എന്നാ പിന്നെ ഇടണ്ട, ഞാൻ ഇട്ടോളാന്നേ. അതെന്താ പൊട്ടിത്തിരിക്കുന്നേ? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇടണ്ടേ, പയ്യെ ഇടാവുള്ളേ. എന്നിട്ട് തെറിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട്
ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഈ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിക്കും. ഇവിടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. മോൻ്റെ കയ്യിലേ മീൻ്റെ സ്മെല്ല് വരും. അമ്മ കഴിക്കോളാന്നേ. വേണ്ടെന്നേ. അപ്പം നമ്മുടെ മീനെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ മീനൊക്കെ പൊങ്ങി കിടക്കുവല്ലേ കൂട്ടുകാരെ. നമ്മുടെ മീൻകറി എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നന്നായിട്ടങ്ങ് വറ്റിപ്പോകും. കാരണം മാങ്ങ ഇട്ടതല്ലേ നമ്മൾ. ഇതാണ് നമ്മുടെ മീൻകറി. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് കൂടി ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്